വെൽക്കം ബാക്ക് ഓൺ ഡു ഇറ്റ് പോഡ്കാസ്റ്റ്. അപ്പോൾ ഇന്ന് നമുക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ബിക്കോസ് ഇറ്റ്സ് ക്രിസ്മസ് ആൻഡ് എല്ലാവർക്കും ക്രിസ്മസ് ടൈമിൽ കിട്ടുന്ന ഒരു ജോയ് ഉണ്ട്. ദാറ്റ്സ് വൈ വി കീപ് സിംഗിങ് സോങ്സ്. വി ആർ ഓൾ സോ ഹാപ്പി. വി വെയിറ്റ് ഫോർ ദ ഹോളിഡേയ്സ്. അപ്പം ഇന്ന് വി ആർ ഡിസ്കസിങ് അബൌട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ ക്രിസ്മസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ക്രിസ്മസ് ആഘോഷിച്ചാലും വി കീപ് ഓൺ ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദാറ്റ് വെക്കേഷൻ. സോ ഐ ഹാവ് Alan here, Sarah, Alan, എന്ത് വിളിക്കാം, ലിയാൻഡ്ര here with me. So അപ്പൊ ഇന്ന് ഞങ്ങൾ ഫുൾ ഓൺ ക്രിസ്മസ് വൈബിലാണ്. ഉടുപ്പൊക്കെ തന്നെ കണ്ടില്ലേ? ലിയാൻഡ്രയുടെയും ക്രിസ്മസ് ഫീൽ തന്നെയാണ്. സൂപ്പർ അല്ലേ? നമ്മുടെ പൂച്ചക്കൂട്ടനും പട്ടിക്കൂട്ടനും ഒക്കെ തൊപ്പിയൊക്കെ വെച്ചിട്ട് സെറ്റപ്പ് ഉണ്ടാക്കിയെന്ന് നമുക്ക് എടുത്ത് പറയണോ? അതുകൊണ്ടാണല്ലോ ഇന്റീരിയർ ഡിസൈനിങ് ആവശ്യങ്ങളുണ്ടെങ്കിൽ ദയവേത് കോൺടാക്ട് ചെയ്യുക. നമ്പർ 3344. എനിവേസ്, ഐ വോണ്ട് ടു ആസ്ക്, എങ്ങനെയാണ് ഒരു ക്രിസ്മസ് ടൈമിലോട്ട് നമ്മൾ കിടക്കുമ്പോൾ, ലൈക്ക് വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ് യു നോട്ടീസ്? ലൈക്ക് ഒരു ഡെയിലി ബേസിസിൽ ഇപ്പൊ ഞാൻ പറയാണല്ലോ, എനിക്ക് ക്രിസ്മസ് ഫീല് കിട്ടണേ ഉണ്ടല്ലോ, നമ്മള് വണ്ടിയിൽ പുറത്തിറങ്ങുമ്പോ ഓരോ വീടുകളില് സ്റ്റാർസ്, എല്ലാ വീട്ടിലെയും സ്റ്റാർസ് നോക്കണം. ഏത് കളറാ, ഈ വീട്ടിൽ ഏത് കളറാ, ഈ വീട്ടിൽ ഏത് കളറാ, അതൊരു ഭയങ്കര നോട്ടീസ് ചെയ്യുമായിരുന്നു. കളേഴ്സ് ഇപ്പൊ എല്ലായിടത്തും ഇലക്ട്രോണിക്. പേപ്പർ സ്റ്റാർസ് ആയിരുന്നു. പക്ഷെ ഐ ലൈക്ക് പേപ്പർ സ്റ്റാർസ്. ഭയങ്കര ക്രിയേറ്റീവ് ഫോൾസ് ഒക്കെ വെച്ചിട്ട് ഓരോ, ഡു യു റിമെമ്പർ ഹൗ പീപ്പിൾ യൂസ് ലൈക്ക് ബ്രിങ് ദ സ്റ്റാർസ് ടു ലൈഫ്? ലൈക്ക് നോർമൽ ഷേപ്പ് ഒന്നും അല്ലായിരുന്നു, പിന്നെ വന്നപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷേപ്പ്. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നമുക്ക്. എന്റെ വീട്ടില് സ്റ്റാർ ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ചടങ്ങാണ്. സത്യം. അതായത് 10 വീട്ടിലിട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ വീട്ടിലിടാനുള്ള ഒരു ഊർജം വരുന്നത്. ആ വഴിയില് ആ റോഡില് എല്ലാ വീട്ടിലും ഇട്ടിട്ടുണ്ടാവും, നമ്മള് മാത്രമേ ഇട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഡാഡിനെ തെറി പറഞ്ഞു തുടങ്ങും. ഡാഡി നമ്മളെന്താ ഡാഡി സ്റ്റാർ മേടിക്കാത്ത, നമ്മളെപ്പോഴാ സ്റ്റാർ മേടിക്കുക, ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഡാഡി ഇങ്ങനെ പതുക്കെ പോയിട്ട് അലമാരയുടെ മുകളിൽ നിന്ന് ഒരു പേപ്പർ ഇങ്ങനെ എടുക്കും. ആ പേപ്പർ എടുക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷത്തിലെ സ്റ്റാർ നല്ല മടക്കി പൊതുക്കി എല്ലാം വെച്ചിട്ടുണ്ടാവും. പറയാം, ഇതൊക്കെ ഇട്ടാ പോരെ, ഇത് കൊള്ളാം, ഇതിന് കുഴപ്പമൊന്നുമില്ല, കീറലൊന്നും ഇല്ല, അപ്പൊ ഇത് തന്നെ ഇടാന്ന് പറയും. അങ്ങനെ ആ വർഷവും ആ സ്റ്റാർ. നിങ്ങളുടെ ഒക്കെ വീട്ടിൽ എങ്ങനെയാ ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? കറക്റ്റ് ഡിസംബർ 1 തന്നെ തുടങ്ങും സംഭവങ്ങളൊക്കെ? ഇല്ല, ശരിക്കും അങ്ങനെ തുടങ്ങണമെന്ന് പറയുമല്ലോ നമ്മളുടെ അടുത്ത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. കറക്റ്റ് ഡിസംബർ 1 ആവുമ്പോ എല്ലാം അങ്ങോട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ? എന്താ പറയാ, മുടക്കമില്ലാതെ നടക്കുന്ന ഒരു കാര്യം വൈനിടലാണ്. സെപ്റ്റംബർ നവംബർ ഒക്കെ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് വൈനിടണം. നിന്റെ അവിടെ വൈനിടില്ല? ഇല്ലല്ലേ. ഞങ്ങളുടെ വീട്ടില് പിന്നെ കുറേ ഗസ്റ്റ്, നമുക്ക് എന്താ പറയാ, ഞങ്ങളുടെ കുറെ ഫ്രണ്ട്സ്, ലൈക്ക് ദേ ആർ നോട്ട് ക്രിസ്ത്യൻസ്, ലൈക്ക് വി ഹാവ് എ ഹിന്ദു ലൈക്ക് ഗ്യാങ്. നമ്മളൊരു വൈസ്മെൻ എന്ന് പറഞ്ഞൊരു ക്ലബിൽ മെമ്പറാണ്. അപ്പം കുറെ പേര് എല്ലാ മത ആൾക്കാരും ഉണ്ട്, പക്ഷെ കൂടുതലും ഹിന്ദുസ് ആണ്. അപ്പം അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഡിസംബറിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വൈൻ കഴിക്കുക, കേക്ക് കുടിക്കുക, അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത്. അപ്പൊ അതുകൊണ്ട് അമ്മ മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് വൈൻ ഇടുക എന്നുള്ളത് നമ്മൾ എന്തായാലും ചെയ്യും. ബിക്കോസ് നമ്മളെ പ്രതീക്ഷിച്ച് നോക്കിയിരിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് വൈൻ ഇടുന്നത് മുടങ്ങാതെ നവംബറിലൊക്കെ നടക്കും. ഡെക്കറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ സോമൻ ചേട്ടൻ വരണം, തൂക്കണം, തുടയ്ക്കണം. ഞങ്ങൾ പിന്നെ ഇപ്പൊ പിള്ളേരില്ലാത്തത് കൊണ്ട് ലൈറ്റ് ഇടണം, സ്റ്റാർ പിന്നെ രായുടെ കാല് പിടിക്കണം, അതിനുള്ള ബൾബ് മുരളി ഞങ്ങളുടെ കടയിൽ പോയി മേടിക്കണം. അങ്ങനെ കുറെ ചടങ്ങുകളുണ്ട്, ടാസ്കുകളാ ഡെക്കറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പെട്ടി പൊട്ടിച്ച് നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ ഇങ്ങനെ ഒരു കമ്പ് പോലത്തെ ഇങ്ങനെ ഫോമിലാക്കൂലേ, മടക്കി അത് തുറക്കുക, അത് തുറക്കുമ്പോ അതിന്റെ അകത്തുനിന്ന് പൊടി പിന്നെ അത് പാറ്റാപ്പല്ലി ഇതൊക്കെ കളയണം. പിന്നെ ഡെക്കറേഷൻ. നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാ, കളർ തീം ഒക്കെ ഉണ്ടോ? നിങ്ങളെങ്ങനെ? ഞങ്ങളുടെ വീട്ടില് ചോദിക്കും, നമുക്ക് ഈ പ്രാവശ്യം ഇതിനെ കളർ തീം പിടിച്ചാലോ, ഇങ്ങനെ പിടിച്ചാലോ. എന്റെ വീട്ടിലുണ്ടല്ലോ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവം ഭയങ്കര കുറവാ. അതായത് എന്റെ അപ്പനും അമ്മയൊക്കെ പ്രാവശ്യം ഉപയോഗിച്ച ക്രിസ്മസ് ആഗ്രഹമുണ്ട് അവർക്ക്, സൂക്ഷിച്ചു വെക്കണം, അടുത്ത വർഷം അതും എടുക്കാം. പക്ഷെ അവർക്ക് ബോറടിക്കും.
അടുത്ത വർഷം അവർ പറയും അയ്യോ ഈ കളറൊക്കെ കഴിഞ്ഞ വർഷം ഇട്ടതാ നമുക്ക് പുതിയ പുതിയത് വേണം. അപ്പൊ അങ്ങനെ ഒരു പാറ്റേൺ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം കൂടുതലും ഞങ്ങൾ വില കുറഞ്ഞ സാധനങ്ങളെ മേടിക്കുള്ളൂ. കാരണം എന്തായാലും ഒരു പ്രാവശ്യത്തേക്കേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇനി അതൊക്കെ മതി എന്ന് വിചാരിച്ച് ഞങ്ങള് എന്താ പറയാ ചില സമയത്ത് ബ്ലൂ സിൽവർ തീം ആയിരിക്കും, ചില സമയത്ത് റെഡ് ഗോൾഡൻ തീം ആയിരിക്കും. അങ്ങനെയൊക്കെയാ ലൈക്ക് ഒരു കളർ തീം ഒക്കെ വെക്കും ഇടയ്ക്ക്. പക്ഷെ ഈ കളർ തീം എന്ന് പറയുന്നത് ക്രിസ്മസ് ട്രീക്ക് മാത്രമേ ഉള്ളൂ. ആദ്യം പറയുമ്പോ ഞാൻ വിചാരിച്ചു വീട് മൊത്തം നമ്മള് പറയുമ്പോ അമ്മ ചോദിക്കും നമുക്ക് കളർ തീം ഒക്കെ ഏതാ, ഞാൻ പറയും എന്തെങ്കിലുമൊക്കെ ചെയ്തോ. അപ്പൊ അമ്മ ഇങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് തുടങ്ങും ഒരു സൈഡിൽ കൂടെ. തുടങ്ങി കഴിഞ്ഞ് വന്ന് അവസാനം വീട് നിറച്ച് ക്രിസ്മസ് ട്രീക്ക് മാത്രം ഉണ്ടാവും ആ കളർ കോഡ്, ബാക്കിയെല്ലാം ചൊപ്പ്. ഞാൻ പറയും തികഞ്ഞില്ല, ഇതൊക്കെ മതി. എന്റെ മൊത്തം കളർ തീം ഒട്ടും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചാല് ഓരോ വർഷം ഓരോ സാധനങ്ങൾ മേടിക്കും. ഓക്കെ, പഴയ സൂക്ഷിച്ചു വെക്കലില്ല, വെക്കും സൂക്ഷിച്ചു വെക്കും. പക്ഷെ ക്രിസ്മസ് ആകുമ്പോ എടുക്കുമ്പോ അതിൽ പൊടി ഉണ്ടാവുമല്ലോ, അപ്പൊ വൃത്തിയാക്കി എടുക്കാൻ കളയില്ല. അത് ഇപ്പോഴും അവിടെ ഉണ്ട്. അവിടെ 5-6 ക്രിസ്മസ് ട്രീ ഉണ്ട് വീട്ടില്. അതായത് എടുക്കില്ല. ഇപ്രാവശ്യം ഞാനെന്ത് ചെയ്തു, ഞാനായിട്ട് തന്നെ ഡിസംബർ 1-ാം തീയതി നമ്മുടെ ബ്രോഡ്വേയിലെ നേത്ര ബസാറിൽ പോയി. എന്നിട്ട് ക്രിസ്മസ് ട്രീ ഫുൾ ഷോപ്പിംഗ്. എന്നിട്ട് ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു ഞാൻ കളർ തീമിലേ ഇടത്തുള്ളൂ എല്ലാം. കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ ഉള്ളതെല്ലാം കൂടി വലിച്ചു വാരി ക്രിസ്മസ് ട്രീയിലിടും. എന്റെ വീട്ടിലെ ക്രിസ്മസ് ട്രീ കണ്ടാൽ പൂരപ്പറമ്പ് പോയപ്പോ പച്ച മഞ്ഞ നീല ചുവപ്പ് പാൽപ്പച്ച ഇല്ലാത്ത കളറ് ആ ക്രിസ്മസ് ട്രീക്കകത്തില്ല. അതാണല്ല ആ ഓറഞ്ചിനൊക്കെ എന്തോ പെല്ലൊക്കെ ഉണ്ട് ആ കളറില്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? എന്റെ വീട്ടിൽ അങ്ങനെയൊക്കെയാ. കളർ തീമെന്നോ ഒന്നുമില്ല, കണ്ട കടച്ചാടി എല്ലാം ഇപ്രാവശ്യം ഞാൻ പറഞ്ഞോ അമ്മ, നമുക്ക് ഇപ്രാവശ്യം കുറച്ച് സ്റ്റാൻഡേർഡ് പിടിക്കണം. ഒന്നെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ റോസ് ഗോൾഡ് അല്ലെങ്കിൽ നമുക്ക് റെഡ്, അങ്ങനത്തെ കളേഴ്സ് മാത്രം നമുക്ക് ഇപ്രാവശ്യം ക്രിസ്മസ് അറിയത്തില്ല. ഇടത്തുമ്പോ പിള്ളേരൊക്കെ വീട്ടിലില്ലാത്തോണ്ട് അവർക്ക് ഒരു ഉഷാറില്ല ചെയ്യാൻ. എല്ലാരും വരണം. അപ്പൊ എത്രയൊക്കെ ശ്രമിച്ചാലും ഡിസംബർ 1-ാം തീയതി എന്ന് പറയുന്ന സമയത്തൊന്നും നടക്കത്തില്ല. നിന്റെ കാര്യത്തിൽ നീ വീട്ടിലാണ് ചെയ്തു. അതെ, പക്ഷെ എന്നാലും അതും ഒരു ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. ഇത്രയും നാളെന്ന് വെച്ചാൽ അമ്മ അപ്പൻ എല്ലാരും അവരൊക്കെ ചെയ്യും, ഞാൻ അവരുടെ സൈഡായിട്ട് എന്തെങ്കിലും ചെയ്യാം. പക്ഷെ എല്ലാം ചെയ്ത് ഞാൻ റെഡ് ആൻഡ് ഗോൾഡ് തീമിലാണ് ക്രിസ്മസ് ട്രീ ചെയ്യുന്നത്. നല്ല രസം. ആക്ച്വലി അതൊരു ഭയങ്കര ഒരു രസമാണ്. ക്രിസ്മസ് ടൈം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ലാത്തൊരു സന്തോഷം ആ സമയത്ത്. എല്ലാരും കൂടുന്നു, ഹോളിഡേസ്, എവരിബഡി കമ്മിങ്, ന്യൂ ഇയേഴ്സ്, എല്ലാവർക്കും. ഇപ്പം നമ്മുടെ റിലീജിയൻ ക്രിസ്ത്യൻസിന് മാത്രമല്ല, എല്ലാ റിലീജിയൻസും സെലിബ്രേറ്റ് ചെയ്യുന്ന കേരളക്കര ഒട്ടാകെ സെലിബ്രേറ്റ് ചെയ്യുന്ന സെലിബ്രേഷൻസ് ആണ് ഓണം, ക്രിസ്മസ്. അതെ, ഫോർട്ട് കൊച്ചി കുറച്ച് എന്താ കൊച്ചിക്കാരെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയ പിന്നെ ഇപ്പോഴൊന്നും തീരത്തില്ല. കൊച്ചിക്കാർക്ക് ക്രിസ്മസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമോഷനാണ്. ഞാനിത് ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഭയങ്കര എന്താ പറയാ, ഞാൻ എന്റെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞു എനിക്ക് ഈ പ്രാവശ്യമെങ്കിലും ഞാൻ കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ എല്ലാരും ചോദിക്കുന്ന കാര്യമാണ് കൊച്ചിൻ കാർണിവൽ കണ്ടിട്ടുണ്ടോ? ശരിക്കും പറയാ കൊച്ചിയിൽ താമസിക്കുന്ന മിക്ക പലരും കണ്ടിട്ടില്ല. പക്ഷെ കുറെ നാട്ടീന്ന് ആൾക്കാർ വരും കാണാൻ വേണ്ടിട്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തീരുമാനിച്ചു എനിക്ക് കൊച്ചിൻ കാർണിവൽ കാണണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ പോയി കണ്ടു. അപ്പം I could see stories of my friends from Bangalore, like Kannadiga people just travel all the way to Kerala just to see Cochin Carnival and to chill in Alappuzha. Dude. Yeah, for New Year's. So that's been അത്രയും വലിയൊരു സംഭവമാണ്. നമുക്ക് ഇവിടെ നമുക്കതിന് വിലയില്ലാതെ ഒരു വിലയില്ല. അല്ലെങ്കിൽ അക്കരെ പച്ച നമ്മൾ എപ്പോഴും നമ്മള് ഗോവയ്ക്ക് പോകുന്ന പോലെ അവര് കേരളത്തിൽ. പക്ഷെ ആക്ച്വലി തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. നമ്മൾ നടക്കണ്ട, നമ്മൾ നടന്നോളും. നമ്മളൊരു വണ്ടിയിൽ ഇറങ്ങി നിന്നാ മതി, നമ്മളെല്ലാരും കൂടെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ നടക്കണ്ട, ശരിക്കും നടക്കണ്ട. ഞാൻ ആകെ കണ്ടിരിക്കുന്ന റീൽസിലും വീഡിയോസിലാണ്. ഈ പ്രാവശ്യമെങ്കിലും നമ്മൾക്ക് പോണല്ലേ, കൊച്ചിൻ കാർണിവൽ ഒന്ന് കാണാം. എന്റെ ക്രിസ്മസിന്റെ ഭയങ്കര ഒരു മെമ്മറി എന്ന് പറയുന്നത് എന്താ ഞാൻ ഷെയർ ചെയ്യട്ടോ. ഭയങ്കര വലിയൊരു മെമ്മറിയാ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ താമസിക്കുന്ന സ്ഥലത്താണെങ്കിലും ആ ലെയിനില് ക്രിസ്ത്യൻസ് ആയിട്ട് ഞങ്ങളുടെ ഫാമിലി മാത്രമുണ്ട്. അപ്പം ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങളുണ്ടാക്കുന്ന നമ്മളുടെ വീട് ഡെക്കറേറ്റ് ചെയ്യുന്നതും നമ്മുടെ വീട്ടിലെ ബഹളങ്ങളും വെച്ചിരിക്കും ആ റോഡിലെ ആ ഒരു ഉത്സാഹവും ഒക്കെ. അപ്പം വാട്ട് വി ഡു ഇസ് ക്രിസ്മസിന് ഞങ്ങൾ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ അമ്മ
അമ്മ കേക്ക് ഉണ്ടാക്കും, ഞങ്ങൾ കേക്ക് ഉണ്ടാക്കും. അപ്പം അമ്മ പ്ലം കേക്ക്സ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അടുക്കി വെക്കും. എന്നിട്ട് സിൽവർ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ന്യൂസ് പേപ്പറിൽ ഡാഡി പൊതിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്നിട്ട് ഡാഡിയുടെ പണിയാണ് സെലോ ടേപ്പ് ഒട്ടിച്ച് ഒരു കവറിൻ്റെ അകത്തിട്ട് അങ്ങനെ ഒരു കുപ്പി വൈനും കൂടെ വെക്കും. എന്നിട്ട് ഞാനും എൻ്റെ ചേട്ടനും കൂടെ ഇങ്ങനെ പോയിട്ട് എല്ലാ വീട്ടിലും ഓരോ കവർ വീതം ഇങ്ങനെ കൊടുക്കും. അപ്പൊ അവര് നമ്മള് ഭയങ്കര എക്സ്പെക്ട് ചെയ്തിരിക്കുവായിരുന്നു കേട്ടോ. അവരിങ്ങനെ നമ്മളിങ്ങനെ സാറ വന്നോ, ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. അപ്പൊ നമ്മളാ ക്രിസ്മസിന് ഇട്ടോണ്ട് പോകുന്ന ഉടുപ്പ് തന്നെ ഇട്ട്, പള്ളി ഇട്ടോണ്ട് പോകുന്ന ഉടുപ്പ് തന്നെ ഇട്ട് നമ്മൾ എന്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. അവർക്കും അടുത്തുള്ള കുറച്ച് ഫ്രണ്ട്സിനും ഈ വീടിന്റെ അടുത്തുള്ള എല്ലാ ഫാമിലിക്കും നമ്മളിങ്ങനെ ഒരു കുപ്പി വാങ്ങി ഒരു കേക്ക് കൊടുക്കും. ഓണത്തിന് ഇതേപോലെ തിരിച്ച് ഇവരൊരു കവർ എല്ലാ വീട്ടിൽ നിന്നും വരും. എല്ലാ വീട്ടിൽ നിന്നും കിട്ടും. ഞങ്ങൾക്ക് എല്ലാ വീട്ടിൽ നിന്നും കിട്ടും. അച്ചപ്പം, കൊഴലപ്പം, ചിപ്സ് എല്ലാം, മിഠായി ഒക്കെ ഇങ്ങനെ നമുക്കും കൊടുത്ത്. അപ്പൊ അങ്ങനെ അതൊരു ഭയങ്കര ഞങ്ങൾക്ക് അതൊരു ട്രഡിഷൻ ആണോ എനിക്കറിയത്തില്ല, ഞങ്ങൾ അതൊരു ട്രഡിഷൻ പോലെ ആയി. പാതിരാ കുർബാനയ്ക്ക് പോകുന്നത് ഉറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം കട്ടിലെ കടന്ന് എനിക്ക് ഇത്ര അയ്യോ കുർബാനയുടെ സമയത്ത് അച്ഛന്റെ പ്രസംഗത്തിന്റെ സമയത്ത് ഞാനങ്ങ് പ്രസംഗമൊന്നുമല്ല, കുർബാന പോലും കേൾക്കാറില്ല. കുർബാന കൊള്ളാൻ ചിലപ്പോ എന്റെ അപ്പുറത്തേക്ക് ആരും എന്നെ വിളിക്കും, അപ്പൊ ഞാൻ ഇങ്ങനെ ചടി ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ. പണ്ട് ഈ കൊറോണ ടൈമിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്തെന്നും പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ, ഒരു ഓൺ വോയിസ് വീഡിയോ കുറച്ച് അത്യാവശ്യം കുറച്ചൊക്കെ കണ്ടോ, ഒരു മിസ് ചെയ്തു പള്ളി പോയി കിടന്ന് ഉറങ്ങുന്നത്. ആ വർഷം പള്ളി പോകാൻ പറ്റിയില്ലല്ലോ, എല്ലാവരും വീട്ടിലായി പോയില്ല. മിസ് ചെയ്ത് അടുത്ത വർഷം ഇങ്ങനെ സമാധാനമായിട്ട് നമുക്ക് പള്ളി പോയി കിടന്ന് ഉറങ്ങാൻ പറ്റട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു പറഞ്ഞു ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. പള്ളി ഇസ് ലൈക്ക് എ ഡിഫറെന്റ്. പള്ളിയിലെ ക്രിസ്മസ് കിടിലവാ. ഞങ്ങളുടെ പള്ളിയിലെ മറ്റേ സീനാണ്. എന്താന്നറിയോ, നമുക്ക് മറ്റേ കുർബാന കഴിയുമ്പോ ഉള്ള ആ ഒരു ഇതില്ലേ, വൈനും കേക്കും തരും. പിന്നെ നമുക്ക് ചില പള്ളികളിൽ അപ്പവും മുട്ടക്കറിയൊക്കെ തരും. നോമ്പ് മുറിക്കാൻ വേണ്ടി ചിക്കൻ കറി. ഞങ്ങളുടെ പള്ളിയിൽ വേറെ പരിപാടിയാണ് ക്രിസ്മസിന്. 23-ാം തീയതി വൈകുന്നേരം ഒരു സമയമുണ്ട് ഞങ്ങളുടെ പള്ളിയില് ഈ പരിപാടിയാ, ക്രിസ്മസ് പരിപാടി. ക്രിസ്മസിന് പിള്ളേരുടെ പരിപാടി, സൺഡേ സ്കൂള് പിള്ളേരുടെ ഡാൻസ്, പിന്നെ നമ്മുടെ ഈ കമ്മിറ്റി മെമ്പേഴ്സിന്റെ പാട്ട്, അത് കേൾക്കാൻ വേണ്ടി ആ കരോള് കേൾക്കാനാണ് ഞങ്ങൾ ആ ഒരു വർഷം ജീവിക്കുന്നത് നമുക്ക് തോന്നുന്നു. നമ്മളെല്ലാരും മറ്റേ എന്താ അറിയോ, എന്റെ അപ്പനൊക്കെയാ മറ്റേ മുണ്ടൊക്കെ കൊടുത്ത് ജുബൊക്കെ ഇട്ട് കഴുത്തേക്കൂടെ നേരിതൊക്കെ ഇട്ട് പാറക്കല്ലേ വരയ്ക്കുന്ന പോലെ ആയിരിക്കും പാടുന്നുണ്ടോ. നമ്മള് ചിരിച്ച് മരിക്കും. പിള്ളേരെല്ലാം കോമഡി സീനാ. എല്ലാരും മറ്റേ അപ്പനും അമ്മയൊക്കെ പാടുന്ന കേൾക്കാൻ വേണ്ടി വന്നിരിക്കും. അതുകൊണ്ട് പിന്നെ ക്രിസ്മസ് ട്രീ ഇടല്, പുൽക്കൂട് ഇതൊക്കെ ഉണ്ടാക്കുന്നത് പള്ളിയില് ഭയങ്കര ഒരു ട്രഡിഷൻ. വലിയ ക്രിസ്മസ്. പക്ഷെ ഇതൊക്കെ പള്ളിയില് വലിയ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരുടെ അത്യാവശ്യം കുറച്ച് എനിക്ക് പള്ളി പോകുന്ന എന്തിനാ, കുർബാനുള്ള മാത്രം. എന്റെ പള്ളിയിൽ ബാക്ക് സൈഡിൽ ചില്ലിങ് സ്പോട്ട് ഉണ്ട്. അപ്പൊ ഞാനും കാറ്റഗിസം പഠിക്കുന്ന ഫ്രണ്ട്സ് എല്ലാരും വരും. അപ്പൊ അതിനാകുമ്പോ വീട്ടുകാരൊക്കെ ഇതുപോലെ പ്രസംഗം കേൾക്കാൻ അതിന്റെ മുമ്പിൽ പോയിരിക്കും. ബാക്കിൽ ചില്ലിങ്. എന്നിട്ട് കുർബാന കൊടുക്കുന്ന സമയമാകുമ്പോ നമ്മളെല്ലാരും ഇങ്ങനെ വരിവരിയായി പോയിട്ട് അച്ചടക്കായിട്ട് വന്നു. ഞങ്ങക്ക് വേറെ സീൻ എന്ന് പറഞ്ഞോളൂ, ഞങ്ങളുടെ ഒരു പ്രാവശ്യം പുൽക്കൂട് കത്തിപ്പോയി. ഈ പുൽക്കൂട് കത്തിയാതെ എനിക്ക് കൊണ്ടിട, നീ ആദ്യം പറ എന്നിട്ട് ഞാൻ പറയാം. ഞങ്ങള് പറ്റി വലിയ പുൽക്കൂടുണ്ടായിരുന്നു, ലാർജ് സ്കെയിലാ. എത്ര 10,000 ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന പുൽക്കൂടാ പള്ളിയിലെ പുൽക്കൂട് എന്ന് പറഞ്ഞത്. പള്ളിയിലെ യൂത്ത് പിള്ളേരുടെ ഓരോ വർഷവും ഓരോ ഡിസൈനിലും, അതായത് കുളത്തിന്റെ കരയിലുള്ള പുൽക്കൂട്, അങ്ങനെയൊക്കെ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ട് ഉണ്ടാക്കുന്നത്. ഭയങ്കര ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ വെച്ചുണ്ടാക്കി മഞ്ഞ് പെയ്യുന്ന പോലെ അങ്ങനെ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ട് ഉണ്ടാക്കുന്നത്. ഒരു പ്രാവശ്യം ഇന്നോവേറ്റീവ് ആയിട്ട് ഇങ്ങനെ കച്ചി വെച്ചൊക്കെ ഉണ്ടാക്കി എല്ലാം വെച്ച് കഴിഞ്ഞപ്പം ആ പരിപാടിയുടെ ഇടയ്ക്ക് ക്രിസ്മസ് അപ്പ വരും. അത് ഈ പെട്ടിയോട്ടോ വളരെ വെറൈറ്റി ആയിട്ട് വരുന്നത്. പെട്ടിയോട്ടോ, പൾസർ ബൈക്കിലൊക്കെ ഇങ്ങനെ ക്രിസ്മസ് അപ്പ സംസാരിക്കുക. അതൊക്കെ നമ്മുടെ പള്ളിയില്. അപ്പൊ ഈ പുള്ളി വന്നപ്പോ പടക്കം പൊട്ടിക്കുന്ന പറഞ്ഞാൽ അങ്ങ് ആവശ്യം കൂടിയിട്ട് എല്ലാരും മറ്റേ ഇങ്ങനെ വിടാൻ തുടങ്ങി. ഇത് നേരെ പോയി പുൽക്കൂടിന്റെ മണ്ടേ വീണ് പുൽക്കൂട് കത്താൻ തുടങ്ങി ഒരു സൈഡിൽ നിന്ന്. ഞങ്ങളൊക്കെ ബാക്കിന്ന് പുകയൊക്കെ കരോള് പാടാൻ വന്നിരിക്കുന്നവരെല്ലാരും അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. പിന്നെ ആരാണ്ടൊക്കെ ഞങ്ങളുടെ കപ്പിയാരി ചേട്ടനൊക്കെ ബിനാച്ചനൊക്കെ വെള്ളമൊക്കെ എടുത്തൊഴിച്ച് അതൊക്കെ. എന്റെ കഥ എന്താണെന്നറിയോ, എന്റെ കഥ പള്ളിയിലൊന്നും, ഞങ്ങൾ വീട്ടിൽ തന്നെ
കുരുത്തക്കേടാണല്ലോ പിള്ളേരെന്നൊക്കെ പറഞ്ഞു. ഞങ്ങള് കസിൻസ് ഒക്കെ ചെറുപ്പത്തില് ഞങ്ങളുടെ മെയിൻ ഐറ്റം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, പുൽക്കൂട് നിങ്ങൾ അങ്ങ് ഹാൻഡിൽ ചെയ്തോളൂ. ഞങ്ങൾക്ക് അവിടെ ഒരു പണിക്കാരനുണ്ട്, അപ്പൊ പുള്ളിയാണ് ഞങ്ങളെ നോക്കുന്നതും ഇപ്പം വലിയ വലിയ കാര്യങ്ങളൊക്കെ മേയ്ക്കുന്ന ആള് ആട് മേയ്ക്കുന്ന പോലെ ഞങ്ങളെ മേയ്ക്കും. അപ്പൊ ഞങ്ങള് ഇതുപോലെ തന്നെ വൈക്കോലൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് പുൽക്കൂട്, വലിയ പുൽക്കൂടായിരുന്നേ, എന്നിട്ട് അതിന്റെ അകത്ത് കൊണ്ടുപോയി എല്ലാ സാധനങ്ങളും വെച്ച് നല്ല ഭംഗിയാക്കി വെച്ചു. ഇപ്പൊ ട്രീ ഹൗസ് പോലത്തെ ഒക്കെ ഒരു പുൽക്കൂടായിരുന്നു, നിലത്തേക്കുമല്ല വെക്കാം, കൊമ്പത്തേറ്റ് വെക്കണം. എന്നിട്ട് പുൽക്കൂട് ഉണ്ടാക്കി. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കസിൻ ബ്രദർ ഉണ്ട്, കുരുത്തക്കേടാ, ലൈക്ക് എന്തെങ്കിലും ഇങ്ങനെ പുള്ളി വേണ്ടിയിട്ട് ചെയ്യണാണോ അതോ അറിയാതെ പറ്റിപ്പോണോ ഒന്നും പറയത്തില്ല പുള്ളിക്ക്. അപ്പൊ തന്നെ നമുക്കൊരു എന്തൊക്കെയോ മിസ്സിങ് പോലെ തോന്നിയിട്ട് പുള്ളി എന്ത് ചെയ്തു, പോയി ഒരു മെഴുതിരി കത്തിച്ചുകൊണ്ട് അതിന്റെ ചോട്ടിക്കൂട്ടി കുറച്ച് വെട്ടായിക്കോട്ടെ, ഒറിജിനാലിറ്റിക്ക് വേണ്ടി അതവിടെ വെക്കല്ല. ഒരു ഞങ്ങള് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞല്ലോ, ഫിനിഷ്, എന്റെ ജോബാണല്ലോ. ഞങ്ങള് പോയി വേറെ എന്തെങ്കിലുമൊക്കെ കളിക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആള് കത്തും. ആ പുൽക്കൂട് ചുമ്മാ ഒരുമാതിരി എന്തൊക്കെയോ പറ്റുമോ. പപ്പ ഇറങ്ങിക്കകത്തുകൊണ്ട് മെഴുതിരി കത്തിച്ചു വെച്ച ആ മനസ്സ് ദൈവത്തിന് വേണ്ടി നമ്മൾ എല്ലായിടത്തും മെഴുതിരി കത്തിച്ചു വെക്കണോ, നമ്മളൊക്കെ പഠിപ്പിച്ചേക്കുന്നത്. പിള്ളേർക്ക് അറിയില്ലല്ലോ വൈക്കോല് ഇമാതിരി കത്തിപ്പിടിക്കും. എന്റെ വീട്ടില് പിന്നെ മറ്റേ നാച്ചുറൽ ആയിട്ടുള്ള മറ്റേ തേന, ചാമ എന്ന് പറയില്ലേ, തേന, അത് മണ്ണിലിട്ടുമ്പോ നാച്ചുറൽ പുല്ല് വരും, അതെ ഗ്രാസ്, അങ്ങനെയൊക്കെ വെച്ച് പിന്നെ ആൾക്കാരൊക്കെ ഇടയിൽ യേശു ക്രിസ്തുവിനെ എല്ലാവരും നടക്കും വെച്ചാൽ. ഈ ആൾക്കാരൊക്കെ എത്ര പേർക്ക് അറിയാം? ഈ ആൾക്കാര് എത്ര പേർക്ക് അറിയാം? ക്രിസ്ത്യാനികളല്ലേ? പറ. ഒരു ഗബ്രിയലിനെ അറിയാം, ഒരു ഈശോനെ അറിയാം, മാതാവിനെ അറിയാം, ജോസഫിനെ അറിയാം, 3 പേരെ അറിയാം. പിന്നെ 3 ആൾക്കാർ രാജാക്കന്മാരെ കുന്തിരിക്കാൻ കൊണ്ടുവന്ന രാജാക്കന്മാരെ അറിയാം. പിന്നെ ആട്, പിന്നെ ആട് കറക്റ്റ് സൂപ്പർ. ആടുണ്ട്, പശുണ്ട്, ഡോങ്കിയുണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പുല്ലിന്റെ ഇടയിൽ ആടിനെ വെക്കുന്നത്. ക്യൂട്ടല്ലേ, ക്യൂട്ട്. ഞാനൊരു ആംഗ്ലോ ഇന്ത്യൻ അല്ലേ, ഞാനൊരു ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. മൗണ്ട് കാർമൽ, തങ്കശ്ശേരി എന്നാണ് സ്ഥലത്തിന്റെ പേര്. കൊല്ലത്തുള്ള ഒരു ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ക്രിസ്മസ് എന്ന് പറഞ്ഞാലൊരു എന്താണ് ആ ഫുൾ പ്ലേസ് ഒരു എന്താ പറയാ, അവര് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മന്താണ്. അപ്പൊ എല്ലാ ആംഗ്ലോ ഇന്ത്യയുടെ വീട്ടിലും നല്ല ഇംഗ്ലീഷ് സോങ്സ് ഒക്കെ ഇടും. അവര് വീടിന്റെ സ്റ്റെപ്പ് ഒക്കെ വരെ അവര് ഡെക്കറേറ്റ് ചെയ്യും, ലൈറ്റ്സ് ഇടും. അവർക്ക് ഭയങ്കര ഒരു ആഘോഷം. ആംഗ്ലോ ഇന്ത്യൻസിന് ബേസിക്കലി അവരുടെ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആണ് നമ്മൾ എടുത്തു പറയുന്നത്. ആംഗ്ലോ ഇന്ത്യൻസിന്റെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നമ്മൾ ആര് വീട്ടിൽ വന്നാലും അവർ കേക്ക്, വൈന്, ചിക്കൻ, പ്രോൺസ്, ലിറ്ററലി എവറിത്തിങ്, എല്ലാ ഫുഡും ഉണ്ടാവും. അതൊക്കെ സ്റ്റാൻഡേർഡാ. പക്ഷെ എനിക്ക് ആംഗ്ലോ ഇന്ത്യൻസിന് തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ ഫുഡ് ഐറ്റംസ് ഉണ്ട്. കുറെ ഫുഡ് ഐറ്റം. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മാംഗ്ലൂരിയൻ ആണ്. അപ്പം ദേ മേക്ക് ദി സന്നാസ് എന്ന് അവർ പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് ഇഡ്ലി പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. ഇറ്റ്സ് കോൾഡ് സന്നാസും പോർക്കും. അതവരുടെ ഭയങ്കര കോമ്പിനേഷൻ. അവർ ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കുന്നത്. അതിന്റെ പേര് സരീന എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്. അപ്പൊ എപ്പോഴും ഇങ്ങനെ പറയും ക്രിസ്മസിന് അതിങ്ങനെ ഉണ്ടാക്കും. അത് ഭയങ്കര ഒരു എന്തൊരു ആ റെസിപ്പി അങ്ങനെ പുറത്തൊന്നും പറയത്തൊന്നുമില്ല അവര്. അവർ ഭയങ്കര സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുന്ന റെസിപ്പി ഒക്കെ. അത് ക്രിസ്മസിനൊക്കെ അവർ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉള്ള സമയത്ത്, അത് വിച്ച് വാസ് ലൈക്ക് 6 years ബാക്ക് ആട്ടോ, ആ ഒരു സമയത്തായിരുന്നു കുറച്ചുകൂടി അടിപൊളി. ബിക്കോസ് ലൈക്ക് അമ്മയുടെ അമ്മ, ലൈക്ക് മൈ ഗ്രാൻഡ് മദർ ഉള്ള സമയത്ത് ലൈക്ക് എല്ലാരും കൂടി വരും. എന്നിട്ട് ഹോൾ ഫാമിലി വരും. എന്നിട്ട് പുറത്തു കൂടി പോകുന്ന ആൾക്കാരെ എല്ലാരെയും വിളിച്ച് വിരുന്ന് കൊടുക്കലും ഒക്കെയാണ് പരിപാടി. നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പൊ അത്രക്ക് അങ്ങോട്ടില്ല. ബിക്കോസ് ഗ്രാൻഡ് മദർ മരിച്ചിട്ട് ഇപ്പൊ ഒരു അറൌണ്ട് 5 to 6 years ആയി. അതിനുശേഷം നമ്മൾ കൂടുമെങ്കിലും ആ ഒരു എഫക്ട് ഇല്ല. അതാ എൽഡേഴ്സിന്റെ ഒരു ഇതെന്ന് പറഞ്ഞ ഒരു എഫക്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര. അവരില്ലാതാകുമ്പോൾ നമുക്ക് ശരിക്കും ഒരു വില മനസ്സിലാവും. ഒരു വോയിഡ് ആണ്. അതുപോലെ തന്നെ ഒരു സെലിബ്രേഷനും ഇസ് നോട്ട് കംപ്ലീറ്റ്. We still feel like there's something missing. അതാണ് ക്രിസ്മസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് നമ്മള് ഫാമിലിയാണ്. എത്രയൊക്കെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാണ്ടല്ലോ, ക്രിസ്മസിന് വീട്ടിൽ വരണം. സത്യം. വീട്ടിൽ വന്ന് അപ്പയുടെ അമ്മയുടെയും കൂടെ ഇരിക്കണം, അപ്പാപ്പേനെ കാണാം, ഫുഡ് കഴിക്കണം. അതിപ്പം എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ അപ്പയുടെയും അമ്മയുടെയും വീട്
ഓൾമോസ്റ്റ് അടുത്തടുത്ത്. അപ്പൊ എനിക്ക് രാവിലെ മുതൽ ഉച്ച വരെ അപ്പയുടെ അടുത്താണ് ഫുൾ ക്രിസ്മസ് സെലിബ്രേഷൻസ് എങ്കിൽ രാത്രിയാകുമ്പോ എനിക്ക് അതെ അങ്ങോട്ട് പോകണം. അവിടെയാണ് ഹാഫ് പകുതി പിന്നത്തെ സെലിബ്രേഷൻസ് അങ്ങനെയൊക്കെ. പിന്നെ കരോള് പാടുന്നത്. ഞാൻ ഈ വൈസ്മെൻ എന്ന് പറഞ്ഞൊരു വൈസ്മെൻ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു സോഷ്യൽ ഓർഗനൈസേഷൻ ആണ്. അതിനകത്ത് പാട്ടാണ്. അപ്പം നമ്മള് കുറെ മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ടെമ്പോ ട്രാവലർ വാടകയ്ക്ക് എടുക്കും. ഒരു ടെമ്പോ ട്രാവലർ വാടകയ്ക്ക് എടുക്കും. എന്നിട്ട് ഈ ക്ലബിൽ നമ്മൾ പിള്ളേർ സെറ്റ് മൊത്തം അങ്കിൾമാര് ആന്റിമാര് എല്ലാവരുടെയും പേഴ്സണൽ കാറും കാണും. എല്ലാവർക്കും കൂടെ കയറാനൊരു ടെമ്പോ ട്രാവലറും കാണും. എന്നിട്ട് വലിയ സ്പീക്കറൊക്കെ എടുത്തിട്ട് നമ്മുടെ ചുമ്മാ പാട്ട് ഈ ക്ലബിലെ എല്ലാ മെമ്പേഴ്സിന്റെ വീട്ടിലും പോകും. എല്ലാ മെമ്പേഴ്സിന്റെ വീട്ടിലും കൂടി ഇത് പിള്ളേരുടെ പരിപാടിയാ. അപ്പൊ നമ്മള് ആകെ ഒറ്റ പാട്ടുണ്ട്, ഗബ്രിയേലിന്റെ ഈ പാട്ട് എല്ലാ വീട്ടിലും സ്റ്റെപ്പ് ഇട്ട് അപ്പ തുടങ്ങും. പിന്നെ ഡാൻസ് കളിക്കും. ആ ഡാൻസ് കളിച്ച് തീരുമ്പോഴത്തേക്ക് അവര് നമുക്ക് 500 1000 എത്ര മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മള് സ്വീകരിച്ച് അത് പാടും. ഞങ്ങൾ നേരെ ടപ്പട്ടാലി കയറും. അടുത്ത വീട്ടിൽ പോകും. ഇതേ ഡാൻസ് ഇതേ പാട്ട്. എന്നിട്ട് രാത്രി എന്ത് ചെയ്യും, എല്ലാരും കൂടെ ഇതിന് നല്ല റെസ്റ്റോറന്റിൽ പോയിട്ട് ഈ ടെമ്പോ ട്രാവലറും ഡ്രൈവറും കിളയും ഞങ്ങളും എല്ലാരും കൂടെ നല്ല പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കഴിക്കും. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ബാക്കി വരുന്ന പൈസ ഞങ്ങൾ ചാരിറ്റിക്കെന്നും പറഞ്ഞ കേട്ടോ മേടിക്കുന്നത്. ഇതിപ്പോ പുറത്ത് വന്ന് കാണും. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ചാരിറ്റിക്ക് കൊടുക്കാറുണ്ട്. ആക്ച്വലി കൊടുക്കാറുണ്ട്. സത്യമായിട്ട് ഉമ്മയാണ്, ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ എല്ലാം പൊറോട്ട വെച്ച് കഴിക്കാറില്ല. പിന്നെ എന്താ ഇപ്പൊ ക്രിസ്മസ് ആ ഒരു ഫുഡിന്റെ ഇതെന്ന് പറഞ്ഞാല് എനിക്കൊക്കെ ഞങ്ങളുടെ കാത്തലിക് ഫാമിലി ആയതുകൊണ്ട് ക്രേസാണ്. ലൈക്ക് എന്താ പറയാ, ഫുഡ് എന്ന് പറഞ്ഞാൽ മെയിൻ ഐറ്റം അതാ. പിന്നെ വെള്ളാടി ഉണ്ടല്ലോ, രാവിലെ ഒരു പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് വന്ന് സംഭവമാണ്. കുർബാന കഴിഞ്ഞ് വന്ന് എല്ലാരും ഒരു ഉറക്കമുണ്ട്. രാത്രിയാണല്ലോ കുർബാന. എല്ലാരും ഉറങ്ങി എഴുന്നേക്കുമ്പോ ഒരു ഉച്ചയ്ക്ക് മുന്നേ 11 മണിയൊക്കെ ആകുമ്പോ എല്ലാ അപ്പന്മാരും വന്ന് ടേബിളിൽ നിരന്നെങ്കിരിക്കും. ഞാൻ കുപ്പിയെടുക്കും. അപ്പം മുതൽ അമ്മമാര് കിച്ചടി കയറും. കട്ട്ലറ്റ് മറക്കാൻ തുടങ്ങും. പെരുക്ക് പോർക്ക് കളിക്കാൻ തുടങ്ങും. മീൻ പൊള്ളിച്ചതുണ്ടെങ്കിൽ മീൻ പൊള്ളിച്ചത് എടുക്കും. ഇതെല്ലാം ലൈറ്റ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ വർഷത്തിൽ 2 പ്രാവശ്യമേ ഉള്ളൂ ഈ ഒരു പാറ്റേൺ. അതൊന്ന് ഈസ്റ്ററിനും ക്രിസ്മസിനോ. ക്രിസ്മസിന് ഇത് സെയിം തിങ്, സെയിം റിപ്പീറ്റേഷൻ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മട്ടനും അപ്പമായിരിക്കും. മട്ടൻ അങ്ങനെ ഫിനിഷായി, ആ മീറ്റ് അവിടെ ഫിനിഷായി. അത് കഴിഞ്ഞ് പിന്നെ പോർക്ക്, ഫിഷ്, ഇങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് മീറ്റും എന്തായാലും ഫിനിഷ് ചെയ്തിരിക്കും ആ ഒരു സെഷൻ. ഞാൻ ബാംഗ്ലൂരൊക്കെ പോയി പഠിച്ചത് ഇപ്പൊ ജോലിയൊക്കെ ചെയ്യുമ്പോഴാണ് പല ആൾക്കാർക്കും അറിയത്തില്ല നമ്മുടെ അപ്പവും സ്റ്റൂ എന്ന് പറയുന്ന സാധനം. കട്ട്ലറ്റ് നമ്മൾ ഇതിന്റെ കൂടെ കഴിക്കുമ്പോൾ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കും, കട്ട്ലറ്റ് ഒക്കെ വെറുതെ കഴിക്കുന്നതല്ലേ, ഇതിന്റെ കൂടെ കഴിക്കുന്നത് മീലാണോ? ആൾക്കാർക്കല്ല വൈറ്റ് കളർ സ്റ്റൂ എന്ന് പറയുന്നത് അതിന്റെ മട്ടൻ ചിക്കൻ സ്റ്റൂ, ബീഫ് വെച്ചുണ്ടാക്കുന്ന സ്റ്റൂ. ഈ കട്ട്ലറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, എന്റെ അമ്മാമ്മയൊക്കെ എന്തിനാ ഉണ്ടാക്കുന്നതെന്ന് അറിയോ? നമുക്ക് ഇറച്ചി ഉണ്ടെന്ന് വിചാരിച്ചോ, നമ്മള് കറി വെക്കും. കറി വെച്ചിട്ട് കുറച്ച് ഇറച്ചി അമ്മാമ്മ ഒന്ന് നീട്ടാൻ വേണ്ടിട്ട്, ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിട്ട് പുള്ളിക്കാരത്തി പോയി അതും കൊണ്ട് കട്ട്ലറ്റ് അതാകുമ്പോ സെയിം സാധനമാണ്, പക്ഷെ നമുക്ക് എത്ര പ്രാവശ്യം കഴിക്കാം. അതെ, അതൊരു ഭംഗി. അപ്പൊ അതൊക്കെയാണ്. രാവിലെ പുട്ടും സൂപ്പും ബീഫിന്റെ സൂപ്പ് ഉണ്ട്. ഞങ്ങൾക്ക് മെയിൻലി ഉള്ളതാണ് രാവിലെ. ലൈക് ക്രിസ്മസിനത് ഈസ്റ്ററിനും അതെ. ലൈക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും സൂപ്പും ബീഫിന്റെ. സോ ഗുഡ്. ആരും ഉണ്ടാക്കുന്ന അമ്മ ഉണ്ടാക്കും. സത്യം ഇവിടെ വീട്ടിൽ പോണം കേട്ടോ. എനിക്കിപ്പോ തൊര കൂടുന്നു. അതെ, വേഗമായോ. പിന്നെ കേക്ക് മുറിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ? ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പരിപാടി ഇല്ല. കേക്ക് മുറിക്കുന്നൊന്നുമില്ല, കേക്ക് മുറിച്ച് ഓൾറെഡി വെച്ചേക്കും. ഇപ്പൊ ഈയിടെ ആയിട്ട് എന്റെ ഡാഡി കുറച്ച് സ്റ്റാറ്റസ് ഭ്രാന്ത് കൂടിയത് കൊണ്ട് ഈയിടെ ആയിട്ട് ഞങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ഒരു കേക്ക് ഞങ്ങൾ മാറ്റിയൊക്കെ വെക്കും. എന്നിട്ട് ഡാഡി ഇങ്ങനെ ഞങ്ങളെല്ലാരും സൈഡിലൊക്കെ നിർത്തിയിട്ട് ഡാഡി ഇങ്ങനെ മുറിക്കും, ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഫോട്ടോ എടുക്കും. എന്നിട്ട് ഞങ്ങൾ എല്ലാരും പുതിയ ഉടുപ്പില് ക്രിസ്മസിന്റെ ഉടുപ്പ് ഇട്ടുകൊണ്ട് ഞങ്ങൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കും. ഫാമിലി ഫോട്ടോ എടുക്കും. എല്ലാ ക്രിസ്മസും ഞങ്ങളിപ്പോ ഒരു ഫാമിലി ഫോട്ടോ എടുക്കും. ഒരു ക്രിസ്മസിന്റെ ഫോട്ടോയ്ക്ക് ഞാൻ ഇങ്ങനെ ഇരിക്കും, അടുത്ത ക്രിസ്മസ് ഫോട്ടോ ഇങ്ങനെ ഇരിക്കും. എല്ലാ ദിവസവും എല്ലാ ക്രിസ്മസിന്റെ ഫോട്ടോ നോക്കി അറിയാം എന്റെ എന്താ പറയാ എനിവേസ്. ക്രിസ്മസ് എന്ന് പറഞ്ഞ ഒരു വികാരമാണ്. ഒരിക്കലും ഇറ്റ്സ് എ വെരി ഗുഡ് ഫീലിംഗ്. ലൈക്ക് ഇറസ്പെക്ടീവ് ഓഫ് വാട്ട് യു ആർ ഗോയിങ് ത്രൂ ഇൻ യുവർ ലൈഫ്, വെൻ ഇറ്റ്സ് ക്രിസ്മസ് യു ആർ ഹാപ്പി.
എത്ര ബിസി ആണെങ്കിലും Yeah. people finds time to get together with their family. It's a really good feeling. ഈ വൈൻ്റെ കാര്യം പറയുമ്പോൾ ആംഗ്ലോ ഇന്ത്യൻസ് മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറെന്റ് Types of wine. Yeah, my mom makes lemon wine. ലെമൺ വൈൻ. I've never heard that. I've never heard. വരുംന്ന് പറഞ്ഞല്ലോ, വരുമ്പോൾ അതും തരാം. പ്ലാന്റിൻ ഇവർ ഈ പഴം വെച്ചിട്ടുള്ള അതുപോലെ Yeah, ഫ്ലീ അത് മാർക്കറ്റ്സ് ഒക്കെ ഉണ്ടാക്കും. വരത്തില്ലേ, പഴം. ഫ്ലീ മാർക്കറ്റ്സ് ഒക്കെ വരത്തില്ലേ ഈ സമയത്ത്, ഷോപ്പിംഗ് Actually, ഷോപ്പിംഗ് one is happening today. today. Yeah. So that's what, Kochi, like the people sell. അതുപോലെ എടാ ഡെക്കറേഷൻസ് പറയുമ്പോൾ നമുക്ക് forgetting all these cute things you get. നമ്മൾ ബേസിക് കാര്യങ്ങളെ പറ്റി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അത് എങ്ങനത്തെ ലൈക്ക് വെറൈറ്റീസ് ആണെങ്കിൽ വന്നപ്പോ തന്നെ ഈ ബാക്കിലത്തെ സാധനങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ട്. പോകുമ്പോ ചേട്ടന്മാരെല്ലാം നോക്കിക്കോട്ടോ, ബെല്ലിന്റെ ഒക്കെ കണക്കൊക്കെ എടുത്ത് വെച്ചോ. ക്രിസ്മസ് ട്രീയിൽ ഇച്ചിരി സ്ഥലമുണ്ട്. അവളതൊക്കെ നോക്കി. പക്ഷെ ഈ കോട്ടയത്ത് ഞാൻ പറയട്ടെ, കോട്ടയം സൈഡിലോട്ടൊക്കെ ആൾക്കാർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ക്രിയേറ്റീവ്. ഡെക്കറേറ്റ് ചെയ്യാൻ അപ്പം അവർക്ക് ഒത്തിരി സെറാമിക്കുന്ന സാധനങ്ങള്, സെന്റർ പീസുകള്, ക്യാൻഡിൽസ്, ക്യാൻഡിൽസ്, ഇപ്പൊ ക്യാൻഡിൽസ് സ്റ്റാൻഡ്സ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പൊ ഭയങ്കരമായിട്ട് സെല് ചെയ്യുന്നുണ്ട് അതൊക്കെ ആൾക്കാർ. ഇപ്പൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതുവഴി കുറെ ബിസിനസ്സസ് വന്നിട്ടുണ്ട്. സ്മോൾ ബിസിനസ് ഇതിനു വേണ്ടി. അതെ അതെ, ജസ്റ്റ് ഭയങ്കര വിലയാട്ടോ. ബിസിനസ്സുകാർക്ക് ഞാനൊരു പെറ്റീഷൻ തരാം, എന്റെ വീട് എനിക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം, എല്ലാരും ഇതിന്റെ ഒക്കെ വിലയൊന്നും കൊളാബറേഷൻ ഇല്ലെങ്കിലും ഞാൻ പൈസ തരാം, പക്ഷെ ഇച്ചിരി വില പ്ലീസ്. പക്ഷെ ഈവൻ ബ്രോഡ്വേയിൽ നീ പോയെന്ന് പറഞ്ഞപ്പോഴും നടക്കാനുണ്ടല്ലോ സ്റ്റാർസ് എല്ലാം കത്തിച്ച് ഞാൻ മെയിൻലി അത് കാണാനാ ഞാൻ വെറുതെ പോയൊക്കെ കാണാറുണ്ട്. ശരിക്കും ബ്രോഡ്വേ കൂടെ നടക്കാന്നല്ലേ ക്രിസ്മസിന്റെ ടൈമില്. അവിടെ നമ്മൾക്ക് ഒന്നും മേടിക്കാനില്ലെങ്കിൽ നമ്മൾ മേടിച്ചു പോകും. ശരിയല്ലേ, നമ്മളത് ഇരിക്കുന്നതാണ് നമ്മളിങ്ങനെ മെയിൻ റോഡ് എന്ന് പറയും, ഞങ്ങള് മെയിൻ റോഡ് എന്ന് പറയും, കൊല്ലം ചിന്നക്കട മെയിൻ റോഡ്. അത് ഇതുപോലെ തന്നെയാണ്, ഫുള്ള് ഇങ്ങനെ ലൈറ്റ് ഒക്കെ കത്തിച്ച് ഇങ്ങനെ നിറച്ച്. പിന്നെ കൊല്ലത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബീച്ച് ഇപ്പം കൊച്ചി പോലെ തന്നെയാണ് ഒരു കോസ്റ്റൽ ഏരിയ കൊല്ലം. അപ്പം അവിടെയും ഇതുപോലെ തന്നെ ബീച്ചിൽ തന്നെ രാത്രി ന്യൂ ഇയർ പരിപാടി. ഇപ്പൊ തങ്കശ്ശേരി എന്ന് പറഞ്ഞാൽ അതൊരു ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് താമസിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ ഒരു കോസ്റ്റൽ ഏരിയ, അപ്പൊ അവിടെയും ഈ രാത്രി ബീച്ചിന്റെ സൈഡിലൊക്കെ ഭയങ്കര ആഘോഷമാണ്. കൊല്ലത്തും ആക്ച്വലി ആഘോഷമാണ്, പക്ഷെ പോലീസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതിപ്പോ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കണമെന്ന് ഇഷ്ടമല്ലെങ്കിൽ കാണാൻ ഭംഗികളൊക്കെ. ആക്ച്വലി ഈ ഇപ്പൊ നമ്മൾ വലുതായപ്പോ കുറഞ്ഞതാ. എനിക്ക് ചെറുപ്പത്തിലൊക്കെ അത് ഇല്ലാതെ കംപ്ലീറ്റ് ആവത്തില്ല. പൂത്തിരി കമ്പത്തിരി ഒന്നും ഇല്ലാതെ പറ്റത്തില്ല. ബഹളവാ വേണം. അത് തീർന്നാ പിന്നെ സങ്കടം തീർന്നു. ക്രിസ്മസ് തീർന്നു ഒരു ഫീൽ ആക്ച്വലി. ഫയർ വർക്സ് തീർന്നാലും നമുക്ക് അങ്ങനെ ഒരു ഫീൽ. പിന്നെ എന്റെ ഒരു വേറൊരു ഇതെന്താ പറയുക, എന്റെ കുറെ ഫാമിലി മെമ്പേഴ്സിന്റെ ഒക്കെ വെഡിങ് ആനിവേഴ്സറി, അതായത് എന്റെ അപ്പയുടെ അമ്മയുടെ ക്രിസ്മസ് കഴിഞ്ഞ് ആ ഒരു 10 ഡേയ്സിലെ ആ ഒരു ഡേയ്സിലാ. അപ്പൊ എനിക്ക് ഫുൾ ഇപ്പൊ ക്രിസ്മസ് കഴിഞ്ഞാൽ അടുത്ത സെലിബ്രേറ്റ് ജാനുവരിയിൽ നമുക്ക് കുറെ വെഡിങ്സ് വരും. നമ്മളിങ്ങനെ ലൈക് there is something to look up to. Even ആ ഒരു ഡേറ്റ്. അപ്പൊ ക്രിസ്മസ് കഴിയുമ്പോ ഇപ്പൊ ക്രിസ്മസ് കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോ എന്തെങ്കിലും പരിപാടി, പിന്നെ അതായത് ന്യൂ ഇയർ വരും, പിന്നെ ജാനുവരി ഫുൾ പരിപാടി. സത്യം. അയ്യോ, സോ ദാറ്റ്സ് വാട്ട് ഇന്നത്തെ നമുക്ക് സത്യം പറഞ്ഞ ഈ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര we are not happy talking about it because we go back to a lot of times, we think about all these beautiful times you spend with your people, and the thing is we're talking at a time where it's coming up. So this is making us more excited for that also. ഇപ്പൊ എക്സൈറ്റ്മെന്റ് നമ്മൾ ഇതിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിനെ പറ്റി നമ്മൾ സംസാരിച്ചില്ല. സീക്രട്ട് സാന്റ ക്രിസ്മസ് ഫ്രണ്ട് and all we used to do it. We forgot about it actually speaking. പക്ഷെ എന്റെ ഓഫീസിൽ ഇപ്പൊ ഉണ്ട് കേട്ടോ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ ഐ സ്റ്റഡി ഇൻ ആംഗ്ലോ ഇന്ത്യൻ സ്കൂളുണ്ട്. അപ്പൊ അവിടെ ഇതുപോലെ ഇങ്ങനെ ഭയങ്കര ആഘോഷങ്ങളാണ്. കാരൽസ്, കോമ്പറ്റീഷൻ, ഹൗസ് തമ്മിൽ കോമ്പറ്റീഷൻ, ആരാണ് ഏറ്റവും നന്നായി കാരൽ പാടുന്നത്. സ്കൂളിൽ ഭയങ്കര സ്കിറ്റ് കളിക്കുക. ഞാൻ എപ്പോഴും ജോസഫ് ഒക്കെ ആയിരുന്നു. ഒരു പ്രാവശ്യം മേരി ആയിരുന്നു, ഒരു പ്രാവശ്യം ജോസഫ്. ഞങ്ങള് ഗേൾസ് സ്കൂളാടാ. ഞാൻ മേരി ആയിട്ടുണ്ട്. ഗേൾസ് സ്കൂളാടാ. ഉണ്ണീഷ് ആവാനുള്ള ഞാൻ മേരി ആയിട്ടുണ്ട്, ജോസഫ് ആയിട്ടുണ്ട്. ജോസഫ് മറ്റേ കരിയൊക്കെ വരച്ച് മിസ്സുമാര് മറ്റേ താഴെ മുടി ഷോർട്ട് ഹെയർ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കും, തലയിങ്ങനെ ഒരു ബാൻഡൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും. അതൊരു സ്കൂളിലാണെങ്കിലും ഭയങ്കര എക്സൈറ്റ്മെന്റ്. നമ്മുടെ സ്കൂളിൽ ഭയങ്കര ആഘോഷമായിരുന്നു. ഡിസംബർ ആവുമ്പോഴേക്ക് ക്ലാസ്സിൽ കയറണ്ട, കുറെ പ്രാക്ടീസ് ഉണ്ട്.
കുറെ ഡിഫറെന്റ് ഡാൻസസ് ഉണ്ട്, കുറെ ഡിഫറെന്റ് ഡാൻസസ് ഉണ്ട്, മറ്റേ ലൈൻ ഡാൻസ്, ബാലെ, അങ്ങനെ എന്താണ്ടൊക്കെ കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ പ്രാക്ടീസ് ക്ലാസ്സിൽ കയറുണ്ടാവും, നമുക്ക് അറ്റൻഡൻസ് കിട്ടും. It's generally a good feeling. എല്ലാവർക്കും ഇൻഫാക്ട് എവറിബഡി ഓൺ എല്ലാ ഫാമിലി മെമ്പറിനും ഹാപ്പി ഫീലിംഗ്. അപ്പനാണെങ്കിൽ വെള്ളടി, കൂടുതല് എന്താ ഒച്ചയെടുക്കല്, ബഹളം, അത് ഡ്രസ്, ഷോപ്പിംഗ്, അമ്മയ്ക്ക് ഷോപ്പിംഗ്, അപ്പന് വെള്ളടി, നമുക്ക് പിന്നെ എല്ലാം ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്, ഭക്ഷണമായിട്ടും അവധികളായിട്ടും എല്ലാം ഉണ്ട് നമുക്ക്. എന്റെ കോളേജില് സെന്റ് ജോസഫ് കോളേജിൽ ഞാൻ പഠിച്ചത്. ആ കോളേജിൽ എന്ന് വെച്ചാൽ നമുക്ക് ക്രിസ്മസ് ടൈമിൽ ക്രിസ്മസ് സെയിൽ വരും, 2 ദിവസം ഉണ്ടാവും. അപ്പൊ ലൈക്ക് സ്മോൾ ബിസിനസ് ഓണേഴ്സ്, പിന്നെ ത്രിഫ്റ്റ് ആയിട്ടുള്ള കുറെ പരിപാടികള് ലൈക്ക് എവറി ഇയർ. സ്റ്റോറി കാണുന്നുണ്ട് പിള്ളേർ കുറെ. അതെ അതെ അതെ. പിന്നെ ഫുഡ് പല ബേക്കേഴ്സ് ഓരോരോ നല്ല ടേസ്റ്റ്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നിയ എന്ന് പറഞ്ഞ ഫ്രണ്ട്, ഷീസ് എ ബേക്കർ. സോ ഷീ മേക്ക് സച്ച് ഗുഡ് ഫുഡ്സ്, ലൈക്ക് ഓരോ കേക്ക്സും, പിന്നെ ബ്രൗണീസ്, പിന്നെ അവളുടെ ഒപ്പേറ കേക്ക്. ഞാൻ അവൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന പോലെ ആവും. എനിക്ക് പറയുന്നത് എന്തിനാണ്, അടുത്ത പ്രാവശ്യം ഫ്രണ്ട് വെക്കണം. നിയാസ് ബേക്കിംഗ് ഡിലൈറ്റ്സ്. സോ ഇറ്റ്സ് വെരി ടേസ്റ്റി. നല്ല നല്ല സാധനങ്ങളാണ്. അപ്പം അങ്ങനത്തെ ഇപ്പൊ അലൻ വൈനും കേക്കും ഒക്കെ കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ഇപ്പം ഹാമ്പേഴ്സ് ആണ്, ക്രിസ്മസ് ഹാമ്പേഴ്സ് ആയിട്ട് ആൾക്കാർ ഉണ്ടാക്കി സെല് ചെയ്യും. ഓരോ വൈൻ ഉണ്ടാക്കുന്നത് കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉണ്ടാക്കാൻ പാടില്ല, പോലീസ് പിടിക്കും. വീട്ടിലെ കൺസംഷന് വേണ്ടി മാത്രമേ നമ്മൾ ഉണ്ടാക്കാൻ പാടുള്ളൂ. പക്ഷെ വൈൻ ഇതുപോലെ വെറൈറ്റി വൈൻസ് അല്ലേ ഇപ്പൊ, എന്തോരം എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആൾക്കാർ. പണ്ടൊക്കെ ഗ്രേപ്പ് വൈൻ ആയിരുന്നു, ഇപ്പൊ ഗ്രേപ്പ് വൈൻ അതെ, ഗ്രേപ്പ് വൈൻ ഒരു പുച്ച. ഇപ്പൊ വെറൈറ്റി വേണം, ഗ്രേപ്പ് അല്ലേ ആർക്ക് വേണം, ആപ്പിള്, മറ്റേ റോസ് ആപ്പിൾ, അത് അതേ പറഞ്ഞേ. എന്റെ കോളേജിൽ ഈ സംഭവം വരുമ്പോഴേക്ക് ഇതുപോലത്തെ കുറെ വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ. സ്ക്വാഷ് ഒക്കെ ഈ സമയത്തല്ലേ, only girls entry. Even during the sale, only girls. നിങ്ങൾക്ക് അപ്പൊ വോളണ്ടിയർ ചെയ്യാനൊക്കെ നിങ്ങൾ പോവും ഇങ്ങനത്തെ എക്സിബിഷൻസ്, അതോ അതിന്റെ ഒന്നും ആവശ്യമില്ല? നമ്മൾ പോയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് വെറുതെ തിന്നാനും. എന്റെ അമ്മ ചെയ്തിട്ടുണ്ട് ഇത്. അത് ഇതുപോലെ ബീട്രൂട്ട് സ്ക്വാഷ് ഉണ്ടാക്കി, അതിനായിരുന്നു ഏറ്റവും മൂവ് ആ സമയത്ത്. കാരണം എല്ലാരും ആ ഒരു ചൂടത്ത് വന്നിട്ട് ഒരു 20 രൂപയുടെ ഒരു കപ്പിൽ ബീട്രൂട്ട് സ്ക്വാഷ് ഭയങ്കര തിരക്കാ കോളേജിൽ ആ സമയത്ത്. രസമുള്ളൊരു പരിപാടിയാണ്. അപ്പൊ നമ്മൾ പോയിട്ട് കൊറേയൊക്കെ നമ്മൾ ഫിനാൻസും പഠിക്കും, അതിന്റെ ഇടയിൽ കൂടെ മണി മാനേജ്മെന്റ് ഒക്കെ പഠിക്കും. അത് ആക്ച്വലി പെണ്ണുങ്ങൾക്ക് ഒരു ഉത്സാഹമാണ് അതിനൊക്കെ. അതെ, അപ്പൊ ഉണ്ടാക്കാനാണെങ്കിലും സത്യം പറഞ്ഞ വീട്ടമ്മമാരുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ക്രിസ്മസ്. എന്റെ ഡോണറ്റ് ഉണ്ടാക്കും, എന്താ പറയുന്നത്, ഷുഗർ കോട്ട് ചെയ്യൂലേ, ഇങ്ങനെ ഡയമണ്ട് കട്ട്സ് ഒക്കെ ഉണ്ടാക്കും. എന്റെ അമ്മച്ചി ഉണ്ടാക്കും. ഞാൻ ആക്ച്വലി ബേക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ലൈക്ക് ഐ ലൈക്ക് ഡൂയിങ് ഇറ്റ്. ഞാനൊരു ഐ ലൈക്ക് ദി സ്മെൽ. നമ്മൾ ഇത്ര വരെ സീരിയസ്ലി അത്യാവശ്യം കുറച്ച് നല്ല അധികം നന്നായിട്ട് ചെയ്തിട്ടൊക്കെ. പക്ഷെ ഇപ്പൊ ഒന്നും ഇല്ലല്ലോ, ഞാൻ വീട്ടിലില്ലാത്തത് കൊണ്ട്. എനിക്കും അതാ പ്രശ്നം. ഐ യൂസ് ടു ബി ഹിയർ ഇൻ കൊച്ചി. ഐ യൂസ് ടു മേക്ക് എ ലോട്ട് ഓഫ് കുക്കീസ്. എന്റെ സിഗ്നേച്ചർ ഇസ് മൈ ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ്. ഐ മേക്ക് ഇറ്റ് എവറി ടൈം. ലൈക്ക് എപ്പോഴും ഉണ്ടാക്കും. അത് തിന്നാൻ വേണ്ടിട്ട് ഇരിക്കും ആൾക്കാർ. എന്റെ അമ്മ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എന്റെ അമ്മ ഇപ്പോഴും സെയിൽ ചെയ്യുന്നുണ്ട്. ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആൾക്കാർക്ക് വേണ്ടി എത്ര 100-200 ഒക്കെ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. 350 കേക്ക്സ് ഉണ്ട് ലാസ്റ്റ് ടൈം കൊടുത്തു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങൾ. ഒത്തിരി ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗേ തൊട്ടിട്ടുള്ളൂ. നിങ്ങൾക്കൊക്കെ ഒത്തിരി കഥകൾ ഓർക്കാനുണ്ടാവും, പറയാനും ഉണ്ടാവും. അപ്പൊ ഏതായാലും താങ്ക് യു സോ മച്ച്. ഞങ്ങള് വാച്ചിങ് അസ്. ഞങ്ങൾ പറയുന്നൊക്കെ കേട്ട് ഞങ്ങളുടെ വിശേഷങ്ങൾ കേട്ടതിന് നന്ദി. നിങ്ങളുടെ വിശേഷങ്ങൾ എന്താന്ന് വെച്ചാൽ കമന്റിൽ ഞങ്ങൾ വായിക്കട്ടെ. ഞങ്ങൾ വേണമെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യാം. ഞങ്ങൾ എന്തിനെ പറ്റി സംസാരിക്കണം എന്നുള്ളത് നിങ്ങൾ സജസ്റ്റ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ പറയാ. വിൽ ബി ഹിയർ ടു എഡ്യൂക്കേറ്റ് യു. ഓക്കെ, so thank you so much, Sarah, Leandra. You guys are so much fun. I had so much fun doing for having us.
വന്നൂടെ ഞങ്ങൾ തിരുമ്പി വന്നിട്ടേ. നിങ്ങൾ എപ്പോഴും വരും, ഇനിയും വരണം ആക്ച്വലി. ബിക്കോസ് നമ്മൾ ഇത്രയും ചില്ലായിട്ടിരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കംഫർട്ടബിൾ എന്റെ ഫ്രണ്ട്സ് ആണല്ലോ, അപ്പൊ ഞാൻ അവരെല്ലേ വിളിക്കുള്ളൂ അല്ലേ. വാട്ട് ആർ ഫ്രണ്ട്സ് ഫോർ? എനിവേസ്, സോ ഇറ്റ്സ് എ വെരി മെരി മെരി ക്രിസ്മസ് ടു യു. ഞങ്ങളുടെ എല്ലാവരുടെയും നല്ല ക്രിസ്മസ് ആശംസകൾ എല്ലാവർക്കും. നമുക്കൊരു പാട്ട് പാടിയാലോ? വെരി വെരി ഹാപ്പി ന്യൂ ഇയർ. ഒരു ചെറിയ പാട്ട്, ഇത്രയും നേരം കരോളിലൊക്കെ പറഞ്ഞിട്ട് പാട്ട് പാടണോ? പാട്ട് ചെറിയൊരു പാട്ട്. അല്ലിന്റെ പാട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം. താളം പിടിക്കാറില്ലേ? താളം പിടിക്കില്ല ഏതെങ്കിലും. ഇപ്പൊ ഇച്ചിരി പാടിയില്ല. നമ്മൾ എന്തായിരുന്നത്? തിരിച്ചപ്പോ മനസ്സേ ആസ്വദിക്കൂ ആവോളം. എനിക്ക് വേർഡ്സ് അറിയില്ല. മതി. Thank you guys. Bye. Take care.